മക്കളെ, അപ്പൊ നമ്മൾ ഇതാ ഒക്ടോബർ മാസത്തിലെത്തി നിൽക്കുകയാണ്. ഇനി നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് വെറും 5 മാസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 മാസം മുഴുവനായിട്ട് നമ്മളെ കയ്യിലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, കലോത്സവങ്ങൾ വരുന്നുണ്ട്, സയൻസ് ഫെയർ, മാത്സ് ഫെയർ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. ഇനി ഇതൊന്നും പോരാതെ നമുക്ക് ടൂറും കൂടെ വരുന്നുണ്ടായിരിക്കും. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഈ 5 മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ളത്. അപ്പൊ ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 4 മാസങ്ങളെ കിട്ടുന്നുള്ളൂ. ഇതിൽ തന്നെ പഠിക്കുക മാത്രമല്ല, ഇനി പ്രാക്ടിക്കൽ, പ്ലസ് ടുക്കാർക്കാണെങ്കിൽ പ്രാക്ടിക്കൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് റെക്കോർഡ് എഴുതണം, അങ്ങനെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും 5 മാസം മുഴുവനും പഠിക്കാനായിട്ട് കിട്ടുന്നില്ല. ഏകദേശം ഒരു 4 മാസങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നത്. ഇനി കുറഞ്ഞ ടൈമിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്? ഇപ്പോൾ പ്ലസ് 1 നോക്കുകയാണെങ്കിലും പ്ലസ് 2 നോക്കുകയാണെങ്കിൽ നമുക്ക് 6 സബ്ജക്ട്സ് വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 6 സബ്ജക്റ്റിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 80-85% സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. വളരെ ചെറിയൊരു ഡ്യൂറേഷൻ ആണ് നമുക്കുള്ളത്. അതിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മക്കൾ ഇപ്പോഴാണ് ഒന്ന് സീരിയസ്നെസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് എങ്ങനെയാണ് പഠിച്ചു തീർക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്? ഓണം എക്സാം ആണെങ്കിൽ തന്നെ നമുക്ക് സ്കൂളിൽ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, എക്സാംസ് ഒക്കെ കൂടുതൽ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ ഫോളോ ചെയ്ത സ്റ്റഡി മെത്തേഡ്സ് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ പോരാ. കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ കൂടിയേ പഠിക്കാനായിട്ട് ബാക്കിയുള്ളൂ. അതിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓണം എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലസ് 1 ആയാലും പ്ലസ് 2 ആയാലും ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല നമുക്ക് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് പുതിയ പാറ്റേൺ വരുന്നത് എന്നൊരു മോഡൽ മാത്രമാണ് എല്ലാ സ്കൂളുകൾക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് എക്സാം അങ്ങനെയല്ല, നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എല്ലാ സ്കൂളുകളിലേക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാമിലേക്കാണ് ഇനി നിങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഓരോ സബ്ജക്ട്സും ഓരോ ചാപ്റ്റേഴ്സും വളരെ ഡീപ്പായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കാനുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ യുവ ബാച്ചില് ക്രിസ്മസ് എക്സാമിന് വേണ്ട ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്റേഴ്സും അത്രയും ഡീപ്പായിട്ടും ക്ലിയർ ആയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ യുവ ബാച്ചിലേക്ക് 15% ഓഫറോടുകൂടെ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇപ്പോഴും ബാക്കിയുണ്ട്. VDM15 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് നമ്മൾ ആപ്പിൽ പഠിച്ചു പോകാം.